നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 105 ദിവസങ്ങളായി നമ്മുടെ സംസ്ഥാനത്തൊരു നീറുന്ന പ്രശ്നം ഇങ്ങനെ നീറി പുകയുകയാണ്. പക്ഷേ നാം ആരും അതിനർഹിക്കുന്നൊരു പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സംഗതി മറ്റൊന്നുമല്ല, നഴ്സുമാരുടെ സമരമാണ്. അതിൽ തന്നെ നഴ്സുമാരുടെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള സമരങ്ങൾ, സ്വകാര്യ ആശുപത്രികളെ കേന്ദ്രീകരിച്ചുള്ള ഈ സമരങ്ങൾ പല സ്വകാര്യ ആശുപത്രികളും ഒത്തുതീർപ്പാക്കിയെങ്കിലും അവർ ആഗ്രഹിച്ച ശമ്പള വർധന നൽകിയില്ലെങ്കിലും ഒരല്പ ശമ്പള വർധനയൊക്കെ നൽകി ഈ നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം സംബന്ധിച്ചുള്ള വിജ്ഞാപനം ഇനി സർക്കാർ ഇറക്കേണ്ടതുണ്ട്. LDF സർക്കാരിൻ്റെ കാലത്ത് അതുണ്ടായില്ല. ഇനി UDF സർക്കാരാണ് അത് ചെയ്യേണ്ടത്. അതിന് കാത്തു നിൽക്കാതെ പല സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകളും ശമ്പള വർധനവ് നടപ്പാക്കി. അവർ ആഗ്രഹിച്ച അത്രയും ഒരു വർധനവുണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും അവരുടെ ആവശ്യങ്ങൾ ഒരു മാനുഷിക പരിഗണന നൽകി കണക്കിലെടുത്തുകൊണ്ട് ശമ്പള വർധന പല സ്വകാര്യ ആശുപത്രികളും, മിക്ക സ്വകാര്യ ആശുപത്രികളും എന്ന് തന്നെ പറയാം. പക്ഷേ 2 ആശുപത്രികൾ, തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അമല ഹോസ്പിറ്റലും ജൂബിലി മിഷൻ ഹോസ്പിറ്റലും, രണ്ടും തൃശ്ശൂർ അതിരൂപതയുടെ കീഴിൽ വരുന്നതാണ്. ഈ ആശുപത്രികൾ മാത്രം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇതുവരെ തയ്യാറായിട്ടില്ല. 105 ദിവസങ്ങളായി ഈ 2 ആശുപത്രികളിലെയും നഴ്സുമാർ സമരത്തിലാണ്. ഈ സമരത്തെ സംബന്ധിച്ച് കുറച്ച് സംഭവ വികാസങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് നാം വരാം, അതിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപ് ഒരു കാര്യം കൃത്യമായി പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് ക്രിസ്ത്യൻ സഭകളുടെ കീഴിലുള്ള ഇത്തരത്തിലുള്ള ആതുരാലയങ്ങൾ, ആശുപത്രികൾ അറിയപ്പെടുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ സ്ഥാപിച്ചിട്ടുള്ള ആതുരാലയങ്ങളായിട്ടാണ്. അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ അവർ വിദേശങ്ങളിൽ ഫണ്ട് പിരിക്കുവാനായി എടുത്തു കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് തന്നെ ഈ ആതുരാലയങ്ങളാണ്. അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഒരു ഘടകം ഈ ആതുരാലയങ്ങളാണ്. ഞങ്ങൾ ഇന്ന ആതുരാലയങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലും ജില്ലകളിലുമൊക്കെയായി സ്ഥാപിച്ചിട്ടുണ്ട്, അതിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു ഭാവത്തിലാണ് ഈ ഫണ്ടുകൾ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നത്. ഈ വിദേശ ഫണ്ടുകളുടെ കാര്യം ഇപ്പോൾ പറഞ്ഞത് FCRA നിയമ ഭേദഗതിയെ എതിർത്തുള്ള ക്രിസ്ത്യൻ സഭകളിലെ പാതിരിമാരുടെ, വൈദികന്മാരുടെ പൊട്ടിത്തെറികളും അവരുടെ ഒരു ആക്ഷേപങ്ങളും ആശങ്കകളുമൊക്കെ നാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടതാണ്. കുറേ ദിവസങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അത്യന്തം രൂക്ഷമായ ഭാഷയിൽ BJP സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പാതിരിമാർ നേരെ മാധ്യമങ്ങളുടെ മുൻപിലെത്തിയത് നാം കണ്ടു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പും ഇപ്പോൾ നിലവിലുള്ള ചട്ടങ്ങൾ കർശനമാക്കിയതിനെ സംബന്ധിച്ച് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിപ്പിച്ചപ്പോൾ അതിനെതിരെയും പാതിരിമാർ രംഗത്തെത്തി. പക്ഷേ പിന്നീട് അവർ പിന്നോക്കം വലിയുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഒരു ഭയപ്പാട് അവരെ പിടികൂടിയിട്ടുണ്ട്. കാരണം അവരുടെ ഈ പണത്തിൻ്റെ, ഇത്തരത്തിലുള്ള വിദേശ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ വിദേശ ഫണ്ടിങ്ങിൻ്റെ ഒരു ക്രയവിക്രയങ്ങൾ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമായാൽ പലരും കുടുങ്ങുമെന്നുള്ളൊരു ഭയം അവരെ പിടികൂടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഫണ്ടുകളുടെ കാര്യത്തിൽ ആശങ്കപ്പെടുമ്പോൾ ആ ഫണ്ടുകൾ എങ്ങനെയാണ് പിരിക്കുന്നത്, പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടി ഇവർക്ക് ഈ സാമ്പത്തിക സഹായം നൽകുന്ന, അല്ലെങ്കിൽ ഇവർക്കൊരു സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുവാനായിട്ടും ഇവരുടെ വിവിധോദ്ദേശ പദ്ധതികൾക്കായിട്ട്, മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിവിധോദ്ദേശ പദ്ധതികൾക്കായി സമ്പത്ത് ഇങ്ങോട്ടേക്ക് കുത്തിയൊഴുക്കുവാനും തയ്യാറായിട്ടുള്ള സംഘടനകളെ മാറ്റി നിർത്തിയാൽ വ്യക്തികൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരം ക്രിസ്ത്യൻ സഭകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആതുരാലയങ്ങൾക്കും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾക്കും സംഭാവനകൾ നൽകുന്നത് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് അവർ പ്രദർശിപ്പിക്കുന്ന വസ്തുതകളെ മുൻനിർത്തിയാണ്. വസ്തുതകളെന്നവയെ പറയുവാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത്തരത്തിലുള്ള അവരുടെ ആതുരാലയങ്ങളിൽ, അവരുടെ സഭകളുടെ കീഴിലുള്ള ആതുരാലയങ്ങളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരോട് അവർ പെരുമാറുന്നത്, അവരെ മാലാഖമാരെന്ന്, നഴ്സുമാരെ മാലാഖമാരെന്ന് വിളിച്ചില്ലെങ്കിലും അവർക്ക് ജോലി സാഹചര്യങ്ങളും അവർക്ക് അവിടെയുള്ള ജോലി സ്ഥലങ്ങളിലുള്ള സുരക്ഷിതത്വവും അടിസ്ഥാന ശമ്പളവും എല്ലാം നൽകി അവരുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ഏറ്റവും അടിസ്ഥാന ചുമതല പോലും നിർവഹിക്കാതെ അവരോടൊരു അവഗണനാ മനോഭാവം വെച്ച് പുലർത്തുന്ന ഈ സഭകളുടെ ഈ ഒരു നയം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓട്ടപ്രദർശനം ഇന്ന് ഈ വിഷയം കയ്യിലെടുത്തത്. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സംഭവ വികാസങ്ങളുണ്ടായി എന്ന് ഞാൻ പറഞ്ഞു. തൃശ്ശൂർ അതിരൂപതയുടെ ബിഷപ്പ് ഹൗസ് ഉപരോധിച്ചുകൊണ്ട് ഈ നഴ്സുമാർ കൈക്കുഞ്ഞുങ്ങളുമായി കഴിഞ്ഞ ദിവസം രാപ്പകൽ സമരം ചെയ്യുകയായിരുന്നു. അർദ്ധരാത്രി ഏതാണ്ട്
പിന്നിട്ട സമയത്ത് അതിനു മുൻപ് തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുവാനുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. നടപടികളെന്ന് പറയുവാൻ കഴിയില്ല, കാരണം മജിസ്ട്രേറ്റിൻ്റെ അനുമതിയില്ലാതെ, ജില്ലാ കളക്ടറുടെ അനുമതിയില്ലാതെ 8 മണിക്ക് ശേഷം, സന്ധ്യയ്ക്ക് ശേഷം സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം പോലീസ് ഒന്ന് മടിച്ചു നിന്നു. അതിനിടയിൽ ജില്ലാ കളക്ടറെത്തി അവരുമായി ചർച്ച ചെയ്ത്, നഴ്സുമാരുമായി ചർച്ച ചെയ്ത് ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കാം. സർക്കാർ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ കൈക്കുഞ്ഞുങ്ങളുമായി അവരുടെ ജീവനോപാധിക്ക് വേണ്ടി, അവരുടെ ജീവിതാശ്രയത്തിന് വേണ്ടി സമരത്തിനായി തെരുവിലിറങ്ങിയ മാലാഖമാർ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ വിളിക്കപ്പെടുന്ന ആ പേര് നമ്മുടെ സമൂഹം ചാർത്തിക്കൊടുക്കപ്പെട്ട നഴ്സുമാർ സമരത്തിൽ നിന്ന് പിൻവാങ്ങിയതും. എന്നാൽ സമരം മറ്റ് സമരമുറകളിലൂടെ അവധിയെടുത്തിട്ടുള്ള സമരമുറകളാണെങ്കിലും അവയെല്ലാം തുടരുവാൻ തീരുമാനിച്ചതും ഇന്ന് വീണ്ടും ഈ തൃശ്ശൂർ അതിരൂപത ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ അധ്യക്ഷതയിൽ മാനേജ്മെൻറ്റ് അവരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയും പക്ഷേ ആ ചർച്ച പൂർണ്ണമായി പരാജയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് നഴ്സുമാരുടെ സംഘടന ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാനാണ്. 2 ആവശ്യങ്ങളായിരുന്നു നഴ്സുമാർ പ്രധാനമായി മുന്നോട്ട് വെച്ച. ഒന്ന്, ശമ്പള വർധനവ്, അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കണം. അത് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സാധ്യമല്ല എന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞതിൻ്റെ കാരണം, സർക്കാർ ഇപ്പോഴും അടിസ്ഥാന ശമ്പളത്തെ സംബന്ധിച്ച്, നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളത്തെ സംബന്ധിച്ച് വിജ്ഞാപനമൊന്നും ഇറക്കിയിട്ടില്ല. ആ വിജ്ഞാപനം ഇറക്കിയതിന് ശേഷം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു തീരുമാനമുണ്ടാകും എന്നാണ് മാനേജ്മെൻറ്റ് നഴ്സുമാരെ അറിയിച്ചത്. അപ്പോൾ നഴ്സുമാർ അവരോട് ആവശ്യപ്പെട്ടത് അക്കാലയളവിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു വിജ്ഞാപനം ഉണ്ടാകുന്ന ദിവസം വരെയുള്ള കാലയളവിൽ ഇടക്കാല ആശ്വാസത്തിനായി അലവൻസുകൾ നൽകണമെന്നുള്ള ആവശ്യം നഴ്സുമാർ ഉന്നയിച്ചു. 105 ദിവസങ്ങളായി അവർ സമരത്തിലാണെന്ന് ആലോചിക്കണം, പ്രേക്ഷകരത് ഓർക്കണം. അപ്പോൾ അത്തരത്തിലൊരാവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അലവൻസിൻ്റെ ആവശ്യം പൂർണ്ണമായും തന്നെ ഈ മാനേജ്മെൻറ്റുകൾ, അമല ഹോസ്പിറ്റലിൻ്റെയും ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെയും മാനേജ്മെൻറ്റുകൾ മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ നേതൃത്വത്തിൽ തള്ളിക്കളഞ്ഞു. ഈ മാർ ആൻഡ്രൂസ് താഴത്തിൽ ആരാണ് എന്ന് ചോദിച്ചാൽ, ഈ മഹാനാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ FCRAക്കെതിരെ പൊട്ടിത്തെറിച്ച പാതിരിമാരിൽ മുന്നിട്ട് നിന്ന ഒരു വ്യക്തിത്വം. അപ്പോൾ ഇതിൻ്റെ ഒരു പരസ്പര വൈരുദ്ധ്യം പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കുക. ഈ FCRA അവരെ എതിർക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും, ഞങ്ങളുടെ ആതുരാലയങ്ങളുടെ നടത്തിപ്പ് തടസ്സപ്പെടും, ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് തടസ്സപ്പെടും. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം ഞങ്ങൾ നടത്തുന്നത് ജീവകാരുണ്യത്തിന് വേണ്ടി, മനുഷ്യസ്നേഹത്തെ അടിസ്ഥാനമാക്കി മാത്രമാണ് എന്നുള്ള ഭാവത്തിലാണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന FCRA അവരെതിർക്കുന്നത്. ഈ ഒരു എതിർപ്പിനെ സാധൂകരിക്കാൻ വേണ്ടി അവർ കൂട്ടുപിടിക്കുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ളത് അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് തുടങ്ങണമെന്നുള്ള അടിസ്ഥാന വിവരം പോലും ഇല്ലാത്തവരാണ് ഈ കേരളത്തിന് മുഴുവൻ വിദ്യാഭ്യാസം നൽകി, അല്ലെങ്കിൽ ഭാരതത്തിൽ മുഴുവൻ വിദ്യാഭ്യാസ സംവിധാനം നടപ്പാക്കിയെന്ന് വ്യാജമായി അവകാശപ്പെടുന്ന ഈ പാതിരിമാരെന്നുള്ളത് വിമർശകർ ഉയർത്തുന്ന ഒരു വസ്തുതയാണ്, അല്ലെങ്കിൽ ഒരു പോയിൻ്റാണ്. ആ പോയിൻ്റിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിമർശനത്തിൻ്റെ പിന്നിൽ ചില സത്യങ്ങളില്ലേ എന്ന് നമ്മെ ചിന്തിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള അവരുടെ നേഴ്സുമാരോടുള്ള ഇത്തരത്തിലുള്ള പെരുമാറ്റം നിർബന്ധിതരാക്കുന്നു. ഈ നേഴ്സുമാരോടുള്ള പെരുമാറ്റം എന്തുകൊണ്ടാണ് അവരിത്തരത്തിൽ പെരുമാറുന്നത്? നേഴ്സുമാർക്ക് കുറച്ച് ശമ്പളം കൂട്ടിക്കൊടുത്താൽ സഭയ്ക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടമുണ്ടാകുമോ? സഭ അതോടുകൂടി പൂട്ടി ആൻഡ്രൂസ് താഴത്തെല്ലാം വീട്ടിൽ പോയി സഭാവസ്ത്രം, വൈദിക വേഷം അഴിച്ചു വെച്ച് വീട്ടിൽ പോയി എന്തെങ്കിലും കൃഷിപ്പണി ചെയ്ത് ജീവിക്കേണ്ടി വരുമോ? ഇല്ല, തീർച്ചയായിട്ടുമില്ല. അടിസ്ഥാനപരമായിട്ട് ഇതൊരു ഉരുക്കുമുഷ്ടി, മർക്കടമുഷ്ടി എന്ന് പറയുന്ന ഒരു സ്വഭാവം മാത്രമാണ്. സഭയുടെ കീഴിലാണ് ഉള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നതാണ് നിയമം. ഇനി നാളെ സർക്കാർ വിജ്ഞാപനമിറക്കിയാൽ അതവർക്ക് സ്വീകാര്യമല്ലാത്തൊരു തുകയാണ് അടിസ്ഥാന ശമ്പളമായി നിശ്ചയിക്കപ്പെടുന്നതെങ്കിൽ അതിനെതിരെ അവർ കോടതികളെ സമീപിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോഴും നഴ്സുമാരുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ, അവരുടെ ജീവിതാശ്രയത്തിൻ്റെ കാര്യത്തിൽ, അവരുടെ ജീവനോപാധിയുടെ കാര്യത്തിൽ തീരുമാനം നീളുക തന്നെ ചെയ്യും. അങ്ങനെ എത്ര കാലം വേണമെങ്കിലും ആ തീരുമാനം കോടതികളിൽ നിന്ന് കോടതികളിലേക്ക്, കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക്, ഒടുവിൽ സുപ്രീം കോടതി വരെയും പോകുവാനുള്ള സാമ്പത്തിക ശേഷി സഭയ്ക്കുണ്ട്. നേഴ്സുമാർക്കതില്ല. നേഴ്സുമാരുടെ യൂണിയൻ ശക്തമാണെങ്കിൽ പോലും സഭയോട് താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ സാമ്പത്തിക ശേഷി തുലോം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോരാട്ടത്തിൽ ന്യായം നേഴ്സുമാരുടെ ഭാഗത്ത് തന്നെയാണ്. ശമ്പള വർധനമെന്ന് പറയുന്നത് അവർ കോടിക്കണക്കിന് രൂപ ശമ്പളമായി തരണം, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളമായി തരണം എന്നൊന്നുമല്ല അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 10,000 പോലുമല്ല,
ഏതാനും ആയിരങ്ങൾ വർദ്ധിപ്പിച്ച് ഒരു അടിസ്ഥാന ശമ്പളം നിശ്ചയിക്കുക. അതൊരു മാന്യമായ തുകയായിരിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ മാർഗരേഖകളുണ്ട് അതിനെ സംബന്ധിച്ച്. ആ മാർഗരേഖകളെങ്കിലും പിന്തുടരുക. സംസ്ഥാന സർക്കാരിനോടും അവർ ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. ഇത്തരത്തിലുള്ള വിജ്ഞാപനങ്ങളൊന്നും ഇറക്കാതെ തന്നെ ഏതാണ്ട് ആ അടിസ്ഥാന ശമ്പളം, ഈ മാർഗരേഖകൾ പ്രകാരമുള്ള അടിസ്ഥാന ശമ്പളത്തിന് അരികെ എത്തുന്ന രീതിയിൽ പല സ്വകാര്യ ആശുപത്രികളും ഇതിനോടകം അവരുടെ അതിരാലയങ്ങളിൽ, അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ശമ്പളം പുതുക്കി നിശ്ചയിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ അമല ഹോസ്പിറ്റലും ജൂബിലി മിഷൻ ഹോസ്പിറ്റലും മാത്രം കടുംപിടുത്തവുമായി തുടരുകയാണ്. അതിൻ്റെ ഏക കാരണം സഭയ്ക്ക് തങ്ങളുടെ ആ ഒരു സംഘടിത ശക്തിക്ക്, സംഘടിത വോട്ട് ബാങ്കിൻ്റെ ശക്തിക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന് മേൽ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്ന സ്വാധീനം മാത്രമാണ്. ആ സ്വാധീനത്തിൽ നിന്നുണ്ടാകുന്ന അഹങ്കാരം മാത്രമാണ് എന്നാണ് നഴ്സുമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആരോപണം. അത്തരത്തിലുള്ള ആരോപണത്തിലും സത്യങ്ങളില്ലേ എന്ന് ചിന്തിക്കുവാൻ നമ്മെ സഭയുടെ പ്രവർത്തനങ്ങൾ നിർബന്ധിതരാക്കുന്നു. ഇന്ന് ഈ ഓട്ടപ്രദക്ഷിണം ഈ വിഷയം കയ്യിലെടുത്തതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് നഴ്സുമാരോടുള്ള ആദരവ് തീർച്ചയായും തത്വമയി ന്യൂസിനുണ്ട്. രണ്ടാമത്തേത്, രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന FCRA പോലുള്ള ഒരു നിയമത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന പാതിരിമാരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ ആതുര സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മാലാഖമാരോട് അവർ പെരുമാറുന്ന രീതികൾ മാത്രമൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകുമെന്ന് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ കൂടിയാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും തത്വമയി ന്യൂസുമായി നിങ്ങൾ കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.